സോ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു മാർക്കറ്റ് പ്രൊഡ്യൂസിന്റെ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ മുതൽ ടിൽ ഡേറ്റ് ഉള്ള റിസൾട്ട്സ് ബ്രോക്കർ ടെർമിനൽ തുറന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണിച്ചു തരുന്നത്. ആ വീഡിയോയുടെ ഇത് നമുക്ക് അതിലേക്ക് കിടക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ 3 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിൽ നമ്പർ 1, ഞങ്ങൾ കാണിക്കാൻ പോകുന്ന അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്റെയും പാർട്ട്ണറുടെയും ഡയറക്റ്റ് അണ്ടറിലുള്ള പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. ഒരിക്കലും ക്ലയൻസ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, അത് പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് പ്രൈവസി ആൻഡ് ഇറ്റ്സ് എ വയലേഷൻ ഓഫ് അവർ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. നമ്പർ 2, ഇനി ഞങ്ങളുടെ അണ്ടറിലുള്ള ആ പേഴ്സണൽ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പറയാം. ഒന്ന്, ഒരു AC അഗർവാൾ അക്കൗണ്ട് ആണ്. ആ AC അഗർവാൾ അക്കൗണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, പോയ ഫൈനാൻഷ്യൽ ഇയറും അത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തത് 2 IFL അക്കൗണ്ട്സ് ആണ്. ഒരു IFL അക്കൗണ്ട് ഒരു യൂസറിന്റെ പേരിലായിരുന്നു, പോയ ഫൈനാൻഷ്യൽ ഇയർ ഫുൾ ആ അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഫൈനാൻഷ്യൽ ഇയറിൽ കുറച്ച് ഭാഗം ആ അക്കൗണ്ടിൽ തന്നെയായിരുന്നു ട്രേഡ് ചെയ്തത്. അതിനുശേഷം ആ യൂസറിന്റെ IFL അക്കൗണ്ടിൽ നിന്ന് ആ ക്യാപിറ്റൽ എടുത്ത് പുതിയ ഒരു IFL അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ അതിലാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ 3, ഇനി ഈ അക്കൗണ്ടിൽ യൂസ് ചെയ്ത ക്യാപിറ്റലിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. AC അഗർവാൾ അക്കൗണ്ടും IFL അക്കൗണ്ടും പോയ ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തത് അറൌണ്ട് 20 lakh ക്യാപിറ്റലിലാണ്. സോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മോഡൽ ആയതുകൊണ്ട് തന്നെ സ്കെയിലിംഗിനും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ സ്ട്രാറ്റജി. അപ്പോൾ പോയ ഫൈനാൻഷ്യൽ ഇയറിൽ പല ടൈമിലുമായിട്ട് കുറച്ച് ക്യാപിറ്റൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച്. അതൊരു സിസ്റ്റമാറ്റിക് വേ ഓഫ് സ്കെയിലിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ AC അഗർവാൾ അക്കൗണ്ടിൽ അറൌണ്ട് 6 lakhs ഓഫ് ക്യാപിറ്റൽ പോയ ഫൈനാൻഷ്യൽ ഇയറിൽ പല ടൈമിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ IFL അക്കൗണ്ടിൽ അറൌണ്ട് 20 lakhs ഓഫ് ക്യാപിറ്റൽ പല ടൈമിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ പറയുമ്പോൾ 20 lakhൽ തുടങ്ങിയെങ്കിലും ഞങ്ങളുടെ പ്രോഫിറ്റും എക്സ്ട്രാ ആഡ് ചെയ്ത ക്യാപിറ്റലുമായിട്ടുള്ള ടോട്ടൽ സമ്മാണ് ഇപ്പോൾ ഉള്ളത്. സോ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണെന്ന് ഈ വീഡിയോ സെഗ്മെന്റിന്റെ ലാസ്റ്റ് പറയാം. ഇനി ബ്രോക്കർ ടെർമിനലിൽ പോയിട്ട് ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലെയും ഈ ഫൈനാൻഷ്യൽ ഇയറിലെയും റിപ്പോർട്ട് നോക്കാം. ഹായ്, ഫസ്റ്റ് നമുക്ക് AC അഗർവാൾ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ക്രോമിൽ പോവാം. ക്രോമിൽ പോയാൽ 2 ബാക്ക് ഓഫീസ് AC അഗർവാളിന് കാണാൻ പറ്റും. ഒന്ന് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോയ ഫൈനാൻഷ്യൽ ഇയറിലെ ബാക്ക് ഓഫീസ് ആണ്. ഇതിൽ പോയ ഫൈനാൻഷ്യൽ ഇയറിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് പുതിയ ഫൈനാൻഷ്യൽ ഇയറിന്റെ ബാക്ക് ഓഫീസ് ആണ്. ഇതിൽ പുതിയ ഡീറ്റെയിൽസ്, പുതിയ ഫൈനാൻഷ്യൽ ഇയർ ഡീറ്റെയിൽസ് ഇതിൽ കിട്ടും. സോ 2 ബാക്ക് ഓഫീസിലും ഞാൻ ലോഗിൻ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിച്ചത്. സോ AC അഗർവാളിന്റെ 2 ബാക്ക് ഓഫീസും ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇത് പുതിയത്, ഇത് പഴയത്. ഇനി പഴയ ബാക്ക് ഓഫീസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. സോ ഇവിടെ പോവാം, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ക്ലിക്ക് ചെയ്യാം, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കൊടുക്കാം, ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ കൊടുക്കാം, ഷോ കൊടുക്കാം. സോ AC അഗർവാളിലെ പഴയ ബാക്ക് ഓഫീസിലും പുതിയ ബാക്ക് ഓഫീസിലും നെറ്റ് പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത് ആഫ്റ്റർ ബ്രോക്കറേജ് ചാർജസ്, ടാക്സസ്, എവറിത്തിങ്. സോ പോവാം. ഇതിന്റെ താഴെയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് പോയ ഫൈനാൻഷ്യൽ ഇയറിലെ. അറൌണ്ട് 10 lakhs ആണ് പോയ ഫൈനാൻഷ്യൽ ഇയറിലെ AC അഗർവാളിൽ ഉള്ളത്. ഇതാ 10 lakh, പിന്നെ 1000 ചില്ലാണ്, ലൈക്ക് റൗണ്ട് ഇറ്റ് ഓഫ് ടു 10 lakh. സോ ഇതാണ് പോയ ഫൈനാൻഷ്യൽ ഇയറിലെ AC അഗർവാൾ അക്കൗണ്ടിലുള്ള പ്രോഫിറ്റ്. ആൻഡ് AC അഗർവാളിന്റെ ക്യാപിറ്റൽ പറയുകയാണെങ്കിൽ 20 lakhs തുടങ്ങി 6 lakhs ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത് 10 lakhs ആണ്. സോ AC അഗർവാളിന്റെ പുതിയ ഫൈനാൻഷ്യൽ ഇയർ പെർഫോമൻസ് നോക്കാം. പുതിയ ബാക്കെൻഡിൽ വരാം. പുതിയ ബാക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ പോവാം, ഗ്ലോബൽ P&L റിപ്പോർട്ട് എടുക്കാം. ലോഡ് ആവുന്നുണ്ട്, വന്നിട്ടുണ്ട്. നമുക്ക് ഡെറിവേറ്റീവ്സ് സെലക്ട് ചെയ്യാം. കാരണം എന്തുകൊണ്ട് ഡെറിവേറ്റീവ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ആക്ടിവിറ്റീസും AC അഗർവാൾ അക്കൗണ്ടിൽ ചെയ്തിട്ടില്ല, എല്ലാം ഡെറിവേറ്റീവ്സാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൊത്തം സെലക്ട് ചെയ്യാം. ഇക്വിറ്റി, ഡെറിവേറ്റീവ്സ്, കോമോഡിറ്റി, കറൻസി എല്ലാം ഈ ഫൈനാൻഷ്യൽ ഇയർത്തെ ഡീറ്റെയിൽസ് ആണ്. 4 വ്യൂ കൊടുത്തിട്ടുണ്ട്, ലോഡ് ആവുന്നുണ്ട്, ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ അക്കൗണ്ടിന്റെ ഇതിൽ നമുക്ക് കാണാം. റൈറ്റ് ഹാൻഡ് കോർണറിൽ ഉള്ളതാണ് നെറ്റ് എമൗണ്ട്. അപ്പോൾ നെറ്റ് എമൗണ്ട് ആ കോളം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് താഴോട്ട് പോവാം. ഈ അക്കൗണ്ടിൽ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ അറൌണ്ട് 3,70,000, 3,78,000 ആണ് ഈ അക്കൗണ്ടിൽ കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അറൌണ്ട് 2 months കഴിഞ്ഞു ഈ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട്. സോ AC അഗർവാൾ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ 10 lakh പ്രോഫിറ്റ് ആയിരുന്നു. ഈ ഫൈനാൻഷ്യൽ ഇയറിൽ 3,78,000 റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രോഫിറ്റിൽ. സോ ബ്രോക്കർ അക്കൗണ്ട് തുറന്ന് കാണിച്ചു തരാം. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് Tuesday 11th June ആണ്, 11 o'clock ആണ്. സോ ഇന്ന് ട്രേഡ് റണ്ണിങ് ആണ് ഓപ്ഷൻസിൽ. ആൻഡ് വാട്ട് എവർ ഇറ്റ് ഇസ്. സോ ക്യാഷ് മാർജിൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 42,91,000 ആണ് ഈ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്.
ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി IIFL അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാണ് ഫസ്റ്റ് അക്കൗണ്ട് 48967667 IIFLൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ ഹോൾഡിങ്സ് 0 ആണ്, പൊസിഷൻസ് 0 ആണ്. മ്യൂച്വൽ ഫണ്ട്സിൽ അറൗണ്ട് 10 lakh ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മ്യൂച്വൽ ഫണ്ട്സിൽ എമൗണ്ട്സ് ഇട്ടിട്ട് ആ മ്യൂച്വൽ ഫണ്ട് പ്ലഗ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിലുള്ള ഫണ്ടെല്ലാം വിഡ്രോ ചെയ്തിട്ട് നമ്മളിപ്പോൾ വേറൊരു അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് സ്റ്റേറ്റ് ഇതാണ്. 10 lakh കൂടെ ഇന്ന് വിഡ്രോ ആവാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ഇയർ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് ദ ഇയർ, ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 23-24 സ്റ്റാർട്ടിങ്ങിൽ അറൗണ്ട് 20 lakh ആയിരുന്നു. പിന്നെ അതൊരു മിഡ് ആയപ്പോൾ അറൗണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോൾ അത് നമ്മൾ സ്കെയിൽ ചെയ്തിട്ട് 40 lakhs എത്തിച്ചു. പിന്നെ അത് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എൻഡ് വരെ, അതായത് 24 മാർച്ച് വരെ. ബാക്കി നമുക്ക് കാൽക്കുലേഷൻസ് ഉള്ളിലേക്ക് പോയിട്ട് ബാക്ക് ഓഫീസിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ IIFLൻ്റെ ആപ്പിൻ്റെ അകത്ത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മൈ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ടാക്സ് ഫയലിംഗ് എന്ന് പറഞ്ഞതിൽ എല്ലാം കൂടെ അറ്റ് സിംഗിൾ ഗ്ലാൻസിൽ നമുക്ക് കാണാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട്സിലുള്ള പ്രോഫിറ്റ്സും FNO ട്രേഡിങ്ങും ഇക്വിറ്റിയിലുള്ള പ്രോഫിറ്റ്സും ഇൻട്രാഡേയും എല്ലാം. അപ്പോൾ നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ 24-25 സ്ക്രീനിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെഫ്റ്റ് കോർണറിൽ കാണാം. അപ്പോൾ ഈ PNL എന്ന് പറഞ്ഞിട്ട് ഒരു 1 lakh കാണുന്നുണ്ട്, അത് FNO ഇൻകം ആണ്. ബാക്കി വരുന്ന ഒരു LTCG STCGയും കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2,83,000 പ്ലസ് 28,000. അപ്പോൾ അറൗണ്ട് ഒരു 3.1 lakh വരും. പിന്നെ ഞാൻ നേരത്തെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ കാണിച്ച ഒരു 1 lakh അൺറിയലൈസ്ഡ് ഉണ്ട്. ഇനി കമ്മിങ് ടു FNO ഇൻകം. അപ്പോൾ ഇതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് FY 24-25 അപ്പം നെറ്റ് എമൗണ്ട് ലാസ്റ്റ് ഇയർ കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട്സിലുള്ള ഗെയിൻസ് നമ്മൾ ബുക്ക് ചെയ്തത് ഈ ഫിനാൻഷ്യൽ ഇയറിലായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ FY 23-24 ഉള്ള FNO ഇൻകം കാണാം. ഇനി നമ്മൾ FY 23-24 പോകാം. അതിന് വന്നിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് കാണിക്കും, ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ. ഇത് മാറ്റി നമ്മൾ FY 23-24 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ FY 2023-24 ടോട്ടൽ പ്രോഫിറ്റ്സ് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് PNL പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻസ്, ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ഇക്വിറ്റിയിൽ അറൗണ്ട് ഒരു 56 + 12 അറൗണ്ട് 65,000 പ്രോഫിറ്റ്സ് ഉണ്ട്. ബിസിനസ് ഇൻകം താഴത്ത് വന്നിട്ട് FNOയിൽ 11,98,000. ഇതാണ് നെക്സ്റ്റ് അക്കൗണ്ട്. ഇതിലിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾക്ക് കാണാം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 36.49 lakh കാണാനുണ്ട് കറണ്ട് വാല്യൂ. അപ്പോൾ നമ്മൾ മുന്നേ കാണിച്ച അക്കൗണ്ടിൻ്റെ അകത്തുണ്ടായിരുന്ന ഫണ്ട്സ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് എൻഡിൽ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് ആ ഫണ്ട്സ് എല്ലാം, പക്ഷേ ഫ്രണ്ട് എൻഡിൽ അത് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഈ കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അറൗണ്ട് 47 lakhs വരേണ്ടതാണ്, പക്ഷെ അത് 36 lakh കാണിക്കുന്നുള്ളൂ. ഒരു 10 lakh പഴയ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് ഷിഫ്റ്റിംഗ് പ്രോസസ്സിലാണ്. അത് വൈകാതെ തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ആവും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ അക്കൗണ്ട്. ഇതാണ് നമ്മുടെ അക്കൗണ്ട് 32431988. അപ്പോൾ ഇതിൽ ഫണ്ട്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാം അവൈലബിൾ മാർജിൻ എന്ന് പറഞ്ഞിട്ട് 61,25,000 ഉണ്ട്. അതിൽ ക്യാഷ് മാർജിനായിട്ട് 18 lakhs ആണുള്ളത്. എക്സാക്ട് ഫിഗേഴ്സ് മാറ്റർ ചെയ്തിട്ടല്ല, ബട്ട് ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ 24-25 ഇതിലുണ്ടായിട്ടുള്ള ഗെയിൻസ് നോക്കാം. അപ്പം മൈ റിപ്പോർട്ട്സിൽ പോകുന്നു. ജസ്റ്റ് ലൈക്ക് ബിഫോർ ടാക്സ് ഫയലിങ്ങിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡിംഗ് ആണ്. ഈ സേവ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സ് ഫയലിങ്ങിൽ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടായിട്ടുള്ള ഗെയിൻസ് കാണാം. അപ്പോൾ അത് PNL എന്ന് പറഞ്ഞിട്ട് 3,17,000 വരുന്നുണ്ട്. ജസ്റ്റ് FNO ഇൻകം മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ്സും ഫുള്ള് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് എപ്പോഴെങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് ഗെയിൻസ് വരുള്ളൂ, അപ്പോഴേ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നെറ്റ് ഇൻകം ഈ ഫിനാൻഷ്യൽ ഇയറിൽ വന്നിട്ടുള്ളത് 3,17,000. സോ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ഇയർ പെർഫോമൻസ് ഡീറ്റെയിൽസും ഈ വീഡിയോയിലുണ്ട്.
ആൻഡ് ഒരു സമ്മറി ടേബിൾ ഞാൻ കൊടുക്കാം, സോ ദാറ്റ് നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ സമ്മറി ടേബിളിൽ ഉള്ളതുപോലെ തന്നെ 1 year ആണ് ഇപ്പോൾ കറണ്ട് ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി അതിലുണ്ട്. പിന്നെ IIFL ഉള്ള കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ഇയർ പെർഫോമൻസും സെൻസിബിൾ വെരിഫൈഡ് ലിങ്ക് ത്രൂ ഷെയർ ചെയ്യാൻ നോക്കിയിരുന്നു. ബട്ട് കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ഇയർ പെർഫോമൻസ് സെൻസിബിൾ വെരിഫൈഡ് ലിങ്ക് വഴി ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ല. അത് ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഉള്ളത് ഞങ്ങൾ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇൻ കേസ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സീരിയസ്ലി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓൾറെഡി IIFLൻ്റെ സെൻസിബിൾ വെരിഫൈഡ് PNL ലിങ്ക് ത്രൂ ഉള്ള വെരിഫൈഡ് PNL ഡെയിലി ട്വിറ്റർ പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്റ് 1 month ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു 100 day ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇനി മുതൽ ആക്റ്റീവ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇനി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതാണ് ഈ 100 day ചാലഞ്ചിൽ പറയാൻ പോകുന്നത്. ആൻഡ് ഐ തിങ്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് 100 day ചാലഞ്ചിനെ കുറിച്ച് സംസാരിക്കാം.